തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ ട്രഷറി മാറി നൽകുന്നില്ലെന്ന് പരാതി. മാർച്ച് 25-ന് മുൻപ് നൽകുന്ന ബില്ലുകൾ മാറി നൽകണമെന്ന സർക്കാർ ഉത്തരവ് പാലിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. 25-ന് മുൻപ് സമർപ്പിച്ച ബില്ലുകൾ ക്യൂവിൽ ഉൾപ്പെടുത്തുന്നുവെന്നും പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നും കോഴിക്കോട് പെരുവയൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ മീഡിയ വണിനോട് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളെ തീർത്തും വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഒരു സാമ്പത്തിക വർഷം മാർച്ച് 31 വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബില്ലുകൾ ട്രഷറികളിൽ നിന്ന് മാറി നൽകേണ്ട സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് മാർച്ച് അവസാനം വരെ ബില്ലുകൾ മാറി നൽകുന്നില്ല. എന്നാൽ ഈ വർഷം സർക്കാർ ഉത്തരവായിട്ട് 21-ാം തീയതി മാർച്ച് 21-ന് ഇറക്കിയ ഉത്തരവ് പ്രകാരം പറയുന്നത് മാർച്ച് 25-ന് വൈകിട്ട് വരെ ട്രഷറികളിൽ ബില്ല് സ്വീകരിക്കുകയും മാറി നൽകുകയും ചെയ്യുമെന്നും 26 മുതൽ സ്വീകരിക്കുന്ന ബില്ലുകൾ ക്യൂ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുമെന്നാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ഡേറ്റിന് മുമ്പായി തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ സാഹസപ്പെട്ടുകൊണ്ട് തന്നെ ബില്ലുകൾ തയ്യാറാക്കി 24-ാം തീയതി ഇന്ന് കാലത്ത് ട്രഷറികളിൽ എത്തിയ സാഹചര്യത്തിൽ ബില്ല് സ്വീകരിക്കുന്നില്ല. ബില്ല് സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ബില്ല് മാറി നൽകുന്നില്ല. അങ്ങനെ നിർദ്ദേശം നൽകി എന്നാണ് പറയുന്നത്. ട്രഷറികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധനവകുപ്പ്, ബില്ലുകൾ മാറി നൽകേണ്ടതില്ല, 1 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ മാറി നൽകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകി എന്ന് പറയുന്നത്. ഇത് വലിയൊരു വഞ്ചനയാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. 2 ദിവസം മുമ്പാണ് ഉത്തരവ് ഇറക്കുന്നത്. 25-ാം തീയതി വൈകിട്ട് വരെ ബില്ലുകൾ. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, പെരുവയൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരാതിയുമായി അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്? ഈ വർഷം മാർച്ച് 25-ന് മുമ്പ് സമർപ്പിക്കുന്ന അപേക്ഷകൾ, അതായത് ഗ്രാമപഞ്ചായത്തുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ മാറി നൽകണമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ഈ 25-ന് മുമ്പ് നൽകിയിട്ട് പോലും ചില ബില്ലുകൾ മാറി നൽകുന്നില്ല, പകരം ക്യൂവിൽ ഉൾപ്പെടുത്തുകയാണ് ട്രഷറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിട്ട് പോലും അത് പാലിക്കാത്ത നടപടിയാണ്, അല്ലെങ്കിൽ പാലിക്കാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നിലവിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി ഈ സ്ഥിതി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബില്ലുകൾ മാറി നൽകുന്നതിൽ 26-ന് മുമ്പ് സമർപ്പിക്കുന്ന ബില്ലുകൾ മാറി നൽകണമെന്ന സർക്കാർ ഉത്തരവ് 21-നാണ് സർക്കാർ ഉത്തരവ് ഇറക്കുന്നത്. എന്നിട്ട് ഈ 26-ന് മുമ്പ് സമർപ്പിച്ച ബില്ലുകൾ പോലും മാറി നൽകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് അനുകൂല സമീപനം ഉണ്ടാക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ അധികാരികൾ, അതായത് തദ്ദേശ സ്ഥാപന ആളുകളൊക്കെ തന്നെ പറയുന്നതുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. നമുക്ക് ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ